ഗുഡ് മോർണിംഗ് സിനുജി. രാവിലെ തന്നെ നമുക്ക് വളരെ ഖേദകരമായ വാർത്തകളാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, അതായത് 34-ൽ പരം കുട്ടികൾ ഉൾപ്പെടെ 500ഓളം പേരാണ് മരിച്ചതായിട്ട് റിപ്പോർട്ടുകളുള്ളത്. 5000-ൽ പരം ആൾക്കാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതായത് ഇസ്രായേൽ ആക്രമണത്തിൽ. അപ്പോൾ ഈ ഗാസയിലുള്ള ആക്രമണത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ലെബനനിലുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലുമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാവുമെന്ന് സിനുജി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അവസാനം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇസ്രായേൽ പറയുന്നത് പോലെ ഹമാസിനെ നിലംപരിശാക്കുക, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക, ഇതോടുകൂടി ഞങ്ങൾ യുദ്ധം നിർത്തും. ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി, മിസൈൽ ആക്രമണം നടത്തി. അതിന് മറുപടി എന്നോണം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയും മരണം സംഭവിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ തലവനായ ഇബ്രാഹിം ആഖിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കഴിഞ്ഞ ദിവസം റോക്കറ്റ് ആക്രമണത്തിൽ കൊന്നിരുന്നു. ഇതിന് പ്രതികാരം എന്ന നിലയിൽ ആദ്യം ഒരു 25 മിസൈൽ വിടുന്നു, പിന്നെ ഒരു 100 മിസൈൽ അല്ലാതെ വിടുന്നു. ഇതൊക്കെ ഇസ്രയേൽ തടയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തടഞ്ഞതിന് ശേഷം ഇസ്രയേൽ ഈ ലെബനനിലെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. മൊബൈൽ ഫോണിലൂടെ, ലാൻഡ് ഫോണിലൂടെ റെക്കോർഡഡ് കോളായിട്ടൊക്കെ സന്ദേശം നൽകുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ എത്രയും വേഗം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, ഞങ്ങൾ അവിടെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ലെബനിലേക്ക് ഇസ്രായേൽ ആക്രമണം തൊടുക്കുകയാണ്. ഇസ്രായേൽ ഏതാണ്ട് പറയുന്ന 300ഓളം ഈ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്കാണ് ഞങ്ങൾ ആക്രമണം നടത്തിയത്. അതായത് ഹിസ്ബുള്ള അവരുടെ മിസൈലുകളും മറ്റ് യുദ്ധോപകരണങ്ങളും എല്ലാം സൂക്ഷിക്കുന്ന വീടുകളിലാണ്. അവിടെയുള്ള സിവിലിയൻസിൻ്റെ വീടുകളിലെ സ്വീകരണ മുറിയിൽ, അടുക്കളയിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഇവർ വിടുന്ന ഈ മിസൈലുകൾ അവിടെ വന്ന് വീഴുമ്പോൾ അതുകൂടിയാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്നതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഈ മുന്നറിയിപ്പുണ്ടല്ലോ ഇസ്രായേൽ നൽകിയ, ഈ മുന്നറിയിപ്പ് അവിടുത്തെ, അതായത് ഈ ലെബനിലെ ഒരു മന്ത്രിക്ക് ഉൾപ്പെടെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലെബനിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ അപ്പാടെ ഇസ്രായേൽ ഹാക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിന് അവിടെ കാര്യങ്ങളെല്ലാം അറിയാം. ഇവിടെ ഇപ്പോൾ എന്താ, ഗസയിൽ പലസ്തീൻകാരുമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു. അപ്പം ഗസയിലെ ഈ പലസ്തീനിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഹമാസ് പോരാളികളുടെ ചെറുത്തുനിൽപ്പ് ഏതാണ്ട് അവസാനിച്ചു. അവരുടെ ആയുധങ്ങളൊന്നുമില്ല, ആൾബലമില്ല, എല്ലാം തീർന്നു. അപ്പോൾ ഏതാണ്ട് ഒതുങ്ങി എന്ന് പറയാം. അന്നേരമാണ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ലെബനൻ്റെ പിന്തുണയുള്ള ഹമാസ്, ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദി സംഘം വരുന്നത്. ഇവരെന്തിനാണ് ഇസ്രായേലിനെ പോയി ചൊറിയാൻ പോകുന്നത്? അപ്പം ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഞങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യും. ഇത് പറയുന്നത് എന്തോന്ന് വെച്ചാൽ, ഈ ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികളുടെ പേജറുകളും വോക്കി ടോക്കികളൊക്കെ പൊട്ടിത്തെറിച്ചല്ലോ. അങ്ങനെ കുറേ പേർക്ക് മരണം സംഭവിച്ചു, കുറേ പേര് പരിക്കുകൾ പറ്റി. ആ പടയ ലോകത്തിന് മുന്നിൽ അവർ നാണം കെട്ടും. അന്ന് അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. ഈ ശക്തമായി തിരിച്ചടിക്കാൻ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് മിസൈലോ റോക്കറ്റൊക്കെയാണ്. ഇത് വിടുമ്പോൾ അയൺ ഡോം ഉപയോഗിച്ച് ഇസ്രായേലിനെ അതിനെ തടയാൻ പറ്റും. പക്ഷേ ഇങ്ങോട്ട് ആക്രമണം നടന്നു ഇസ്രായേൽ കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ യുദ്ധത്തിനല്ല, ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ചടിക്കുന്നു, ഇതാണ് ഇസ്രായേൽ പറയുന്നത്. എന്നിട്ടാണ് തുടർച്ചയായി ആക്രമണം നടത്തിയത്. ഇപ്പോൾ സംഭവിച്ചത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ഈ റോക്കറ്റുകളെല്ലാം വീണത്. ഏതാണ്ട് 492 മരണം സ്ഥിരീകരിച്ചു. അത് ഏതാണ്ട് 500 മുകളിലേക്ക് പോകുന്ന ഉറപ്പാണ്. ഏതാണ്ട് 35 കുട്ടികൾ, സ്ത്രീകൾ, ഇവരെല്ലാം തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബഹുനില കെട്ടിടങ്ങളെല്ലാം തകർന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് പറയുന്നു, ഇനിയും നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകുക. അപ്പം ഇവിടെ നിൽക്കാൻ പാടില്ല, സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോവുക. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ബെക്ക വാലി എന്ന് പറയുന്ന മേഖലയാണ്. 1982 ഹിസ്ബുള്ളയാണ് ഇവിടെ ബെക്ക വാലി സ്ഥാപിക്കുകയും അവിടെ അവരുടെ ഭരണം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഭരണകേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ തുടർച്ചയായി ഈ ആക്രമണം നടത്തിയത്. ഇതിനുശേഷം അവിടുത്തെ ജനങ്ങൾ എന്തെടുത്തു, പലായനം ചെയ്യാൻ പോകുന്നു. അവർ പലായനം ചെയ്യുന്നത് ഇതിൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും കിട്ടുന്ന വണ്ടികളിൽ, വാഹനങ്ങളിൽ, കാറുകളിൽ എല്ലാം കുട്ടികളും പ്രായമുള്ളവരും എല്ലാം തന്നെ ഒരേ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ഒരേ സ്ഥലത്തേക്ക് പോകുമ്പം റോഡ് ബ്ലോക്കാവും. സ്വാഭാവികമല്ലേ, ഒരു കൂട്ടം വാഹനങ്ങൾ ഒരേ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി യാത്ര പോകുമ്പോൾ റോഡ് ബ്ലോക്കാവും. അപ്പം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ മൊത്തത്തിലൊരു ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം? ഇനി ലോകരാജ്യങ്ങൾ ഇടപെടണം. ലോകരാജ്യങ്ങൾ ഇടപെടാൻ പോകുമ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഞങ്ങളുടെ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനവർക്ക് മറുപടിയില്ല. പക്ഷെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഇങ്ങനെയാണ്, ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ ഇത്ര പേർ മരിച്ചു, ഇത്ര പേർ അപകടത്തിൽപ്പെട്ടു, പരിക്കേറ്റു, ഇത്ര കുട്ടികൾ മരിച്ചു എന്നല്ലേ പുറത്തു വരുന്ന റിപ്പോർട്ട്. പക്ഷേ ഇവരെ ഹിസ്ബുള്ള അങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ തിരിച്ചാക്രമിക്കുന്നത് എന്ന ഒരു തരത്തിൽ
ഒരിടത്തും ആരും പരാമർശിക്കുന്നില്ല. ഈ മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നത് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നല്ലേ. അതായത് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയും ഏതാണ്ട് 10,500 പേരെ അവിടെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു, 100ഓളം പേരെ ബന്ദികളാക്കി. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ വാർത്താ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. കാരണം ഇസ്രായേലിനെ പോയി അടിച്ചതാണ്, ജൂതന്മാരുടെ രാജ്യമല്ലേ, വലിയ കൊടുക്കണ്ട. അത് ശരിയാണ്. ഇപ്പൊ തന്നെ ഈ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ച വാർത്തകളൊന്നും ഒരിടത്തുമില്ല. ഇപ്പൊ ഇസ്രായേൽ തിരിച്ചടിക്കുന്നതിന് മുൻപ് നടന്നിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ ആക്രമണമായിരുന്നു. ഈ പേജർ ആക്രമണം നടത്തുന്നതിന് മുന്നേ ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നില്ലേ ഇസ്രായേൽ? അതെ, ഹിസ്ബുള്ള എപ്പോഴും ആക്രമിക്കുമ്പോൾ മാത്രമേ ഈ ഇസ്രായേൽ തിരിച്ചടിക്കുള്ളൂ. കാരണം ഈ ഹിസ്ബുള്ളയ്ക്ക് ഇവരെ ആക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല. ഹമാസിനെ നിങ്ങൾ ആക്രമിച്ചു, പലസ്തീനെ നിങ്ങൾ ആക്രമിച്ചു, അതുകൊണ്ട് അയൽ രാജ്യമായ ലെബനനിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇത് പറയേണ്ട കാര്യം എന്താ? അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ആസ് എ മുസ്ലിം ഭരണകൂടങ്ങളിൽ ഞങ്ങൾ തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നു, ഞങ്ങൾ ജൂതന്മാരെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കും, ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പം ഹമാസുമായിട്ടൊരു പ്രശ്നമുണ്ടായി, ഹമാസിനെ ഏകദേശം നിർവീര്യമാക്കി, അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും ആൾശേഷിയും എല്ലാം കുറഞ്ഞപ്പോൾ ഹിസ്ബുള്ള വിചാരിച്ചു ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കാം. അപ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, അതായത് ഒക്ടോബർ 7 വാർഷികം വരുമ്പോൾ ഒരു മറുപടി കൂടി അങ്ങോട്ട് നൽകാം. കഴിഞ്ഞ പ്രാവശ്യം ഹമാസ് ആണല്ലോ അടിച്ചത്, ഇത്തവണ ഹിസ്ബുള്ള അടിക്കാം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള എന്തോ വിവരങ്ങൾ ചോരുകയും അത് ഇസ്രായേലിന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് വലിയൊരു അപകടം ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഈ പേജറുകളിലൂടെ പോയ ഒരു സന്ദേശം, അല്ലെ പേജറുകൾ ഉപയോഗിച്ച് അവർ കൈമാറിയ രഹസ്യങ്ങൾ, അതെന്തോ ഇസ്രായേലിന് വീണിട്ടിട്ടുണ്ട്. അക്കാര്യം ഇപ്പോഴും ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ പറയുന്ന പേജർ ആക്രമണം എല്ലാം നടത്തിയത്. ആ പേജർ പൊട്ടിത്തെറിക്കുന്നു, തൊട്ടടുത്ത ദിവസം ശവസംസ്കാര ചടങ്ങിൽ വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു. അതിനുശേഷം ഇവരെല്ലാം ഒന്ന് അടങ്ങിയെന്ന് കരുതിയപ്പം ഇസ്രായേൽ അവിടെ റോക്കറ്റ് ആക്രമണം നടത്തി. അപ്പോൾ വ്യോമാക്രമണം നടത്തിയത് വീണ്ടും ഹിസ്ബുള്ള പറയാണ് ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് റോക്കറ്റ് അങ്ങോട്ട് ഇട്ട് കാണും. അപ്പം ഹിസ്ബുള്ള ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ല, ഇസ്രായേൽ ചെയ്യുന്നതിനെ പ്രാധാന്യം കിട്ടുന്നുള്ളൂ. അപ്പോൾ വ്യോമാക്രമണം ശക്തമായതോടുകൂടി ഇസ്രായേലും ഏതാണ്ട് ശക്തമായൊരു നിലയിലേക്ക് എത്തി. ഇതിനെ തെറ്റാണെന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. ഇനിയുള്ള പ്രശ്നം ഈ ലെബനനിലെ ആക്രമണം എപ്പോൾ നിർത്തുമെന്നുള്ള. പരമാവധി ആളുകൾ ലെബനനിൽ നിന്ന് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് ഇസ്രായേൽ പറയുന്നു നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. അപ്പം ഈ നമ്മുടെ ഫോണിലേക്കൊക്കെ റെക്കോർഡഡ് സന്ദേശം വരുന്നു, മന്ത്രിക്ക് റെക്കോർഡഡ് സന്ദേശം വരുന്നു, അതുപോലെ തന്നെ SMS സന്ദേശം വരുന്നു, മൊബൈലും ലാൻഡ് ഫോണിലും എല്ലാം വരണമെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ മൊത്തം ലെബനനിൽ തകരാറിലായി. അതാണ് ഒരു രാജ്യത്തെ എല്ലാ കൺട്രോളും തെറ്റിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ലെബനൻ ഏതാണ്ട് പൂർണ്ണമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് നൽകുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകളെ രക്ഷപ്പെട്ടോളും. അപ്പോൾ ഈ ഹിസ്ബുള്ള ചെയ്യുന്ന തീവ്രവാദികൾ ചെയ്യുന്നത് ജനവാസ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, അല്ലെങ്കിൽ ബങ്കറുകൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റുകൾക്ക് സമീപം റെസിഡൻഷ്യൽ ഏരിയ, ഇവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇത് ചിലപ്പോൾ ഉപഗ്രഹ മാപ്പൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ജനവാസ കേന്ദ്രത്തിലാണ് ഇവർ ഒളിച്ചിരിക്കുന്ന ആയുധശേഖരം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഹിസ്ബുള്ളയുടെ 300 ആയുധ ശേഖരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആയുധ കലവറകളിലേക്ക് ആക്രമണം നടത്തി. ഈ ആയുധ കലവറ എന്ന് പറയുന്നത് എൻ്റെയോ അല്ലെങ്കിൽ ഈ പ്രീതയുടെയോ ഒക്കെ വീടായിരിക്കാം, നമ്മളെ ബന്ദികളാക്കിയിട്ട് അവിടെ കൊണ്ട് വെക്കുന്ന. അപ്പോൾ ആയുധത്തെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ ബോംബാക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അപ്പോൾ 492 അല്ലെങ്കിൽ 500 മരണം എന്ന് പറയുന്നത് ഏതാണ്ട് അനൗദ്യോഗിക കണക്കാണ്. ഔദ്യോഗികം വരുമ്പോൾ ഇതിൻ്റെ അപ്പുറം വരും. ഇപ്പോൾ അനൗദ്യോഗികമായിട്ട് പറയുന്നത് 1500ഓളം പേർക്കാണ്. ഔദ്യോഗിക കണക്ക് ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ അപ്പുറമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷം അവസാനിപ്പിക്കണമെങ്കിൽ ഹിസ്ബുള്ള പറയാണ് ഞങ്ങൾ ആക്രമണം നിർത്തിയെന്ന് പറയണം. അങ്ങനെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നിർത്താൻ എനിക്ക് വേറൊരു സംശയം കൂടെ ഉള്ളത്, ഇപ്പൊ ഈ ഹമാസ് ഒന്ന് അടങ്ങിയല്ലോ, അതായത് ഇസ്രായേൽ അടക്കി. അപ്പോൾ അവർക്കിനി അടുത്ത് തയ്യാറെടുക്കാനുള്ള ഒരു സമയം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ള ഇവരെ എൻഗേജ്ഡ് ആക്കി വെക്കുന്നു. അപ്പം ഹമാസ് അവിടെ റെഡിയാകുന്ന അതിനുള്ളൊരു സമയം കൊടുത്തതായിരിക്കുമോ? അല്ല, അങ്ങനെ പറയേണ്ടതെന്ന് വെച്ചാൽ ഹിസ്ബുള്ളയെ ഒന്ന് ഒതുക്കുമ്പോഴേക്കും ഗാസയിൽ നിന്നും ഹമാസ് റെഡിയായി വീണ്ടും ആക്രമണം തുടങ്ങാൻ എന്തെങ്കിലും സാധ്യത ഉള്ളതായിട്ട്? ഹമാസിന് ആക്രമണം തുടങ്ങണമെങ്കിൽ ഇനി ആയുധങ്ങൾ വേണം, അതുപോലെ തന്നെ ആൾബലം വേണം. സ്വരൂപിക്കുകയാണെങ്കിലോ ഈ ഒരു സമയത്ത് ആയുധം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് ചൈനയാണ്. ഇപ്പൊ ആകെ ചൈന സപ്പോർട്ട് ചെയ്യുന്നത് ലെബനന്റെ അടുത്ത് പറയുന്നത് ഹിസ്ബുള്ളയുടെ അടുത്ത് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞാൽ അർത്ഥം ആയുധങ്ങൾ തരാം. അപ്പോൾ ഇസ്രായേലുമായിട്ട് നിങ്ങൾ ആ യുദ്ധം തുടർന്നോളൂ. ഇത് പറയാനുള്ള കാരണം ഇസ്രായേലിന് എല്ലാ ആയുധവും സമ്പത്തും എല്ലാം നൽകുന്നത്
നൽകുന്നത് അമേരിക്ക. അപ്പോൾ അമേരിക്ക അവിടെ ലെബനനെ എതിർക്കാൻ വേണ്ടി സഹായം ചെയ്യുമ്പോൾ എങ്കിൽ ഇസ്രായേലിനെ എതിർക്കാൻ ചൈന സഹായം ചെയ്യാം. ഇതാണ് ആന്തരികമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പ്രത്യക്ഷത്തിൽ പറയുമ്പോഴോ ലെബനനിൽ കൂട്ടക്കുരുതി, ഇസ്രായേൽ അവിടെ കൊന്നു തീർക്കുന്നു, നേരത്തെ പലസ്തീനിൽ കൊന്നു തീർക്കുന്നു, അല്ലെങ്കിൽ ഗാസയിൽ കൊന്നു തീർക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഇസ്രായേൽ കുറ്റക്കാർ. ഇസ്രായേലിന് നേരെ അതിക്രമം നടന്നു, അവർ തിരിച്ചടിച്ചു എന്നത് പറയുന്നില്ല. ഇപ്പം ഈ പേജറുകൾ പൊട്ടിത്തെറിച്ച് ഇത്രയും പേർക്ക് പരിക്കേറ്റു, ഇത്ര മരണം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കണക്കുകൾ പോലും ഹിസ്ബുള്ള പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ അവരെന്തോ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് ചോർത്തിയെടുക്കാൻ ഇസ്രായേലിന് സാധിച്ചോ? കാരണം ടെക്നോളജിയിൽ ഇസ്രായേലിനെ വെല്ലാൻ മറ്റാരുമില്ല. നമ്മൾ ഈ കാണുന്ന മൊബൈൽ ഫോണും പേജറും ഉൾപ്പെടെയുള്ള ആധുനിക ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മുഴുവൻ അവരാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനകത്ത് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമല്ലേ. അതുകൊണ്ടാണ് ഈ പേജറിനകത്ത് വെടിമരുന്ന് നിറയ്ക്കാൻ അല്ലെങ്കിൽ സ്ഫോടക വസ്തു നിറയ്ക്കാനും അത് കൃത്യസമയത്ത് ഒരേ സമയം ഒറ്റ ബട്ടൺ ഞെക്കി ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനം ഒരുക്കിയത്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ വാർത്താവിനിമയ സംവിധാനത്തെ ഹാക്ക് ചെയ്ത് അവരുടെ മെസ്സേജുകൾ, അവരുടെ സന്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഇവർ നമ്മളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഇപ്പോഴേ തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ പണിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇസ്രായേൽ ലെബനിലേക്ക് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇസ്രായേൽ അത് വ്യക്തമാക്കി പറയുന്നു, നിങ്ങളുടെ വീടുകളിലെ സ്വീകരണ മുറിയിലും അടുക്കളയിലും ഒക്കെ കൊണ്ട് ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടോളൂ. ജനവാസ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ആക്രമിക്കേണ്ടി വരും. നിങ്ങളെ ഉപയോഗിക്കുന്ന തീവ്രവാദികൾ, അതായത് ഹിസ്ബുള്ളക്കാർ ഈ ബങ്കറുകൾക്കുള്ളിലേക്ക് ഒളിക്കും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർ നേരെ ബെയ്റൂത്തിലേക്ക് കിട്ടുന്ന വാഹനങ്ങളെല്ലാം പിടിച്ചു പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു മരണസംഖ്യയൊക്കെ ഇനി ഉയരാൻ സാധ്യതയുണ്ട്. ലോകരാജ്യങ്ങളുടെ ഇടപെടൽ, UN-ൻ്റെ ഇടപെടലൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം.